Hallelujah. Praise the Lord. Blessed are the people whose God is the Lord. കർത്താവിനെ ദൈവമായിട്ട് സ്വീകരിച്ചവർ ഭാഗ്യവാന്മാർ. ആ ദൈവം യേശുവാണ്. യേശു ആരാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് ദേവപിതാവ് പരിശുദ്ധാത്മാവിലൂടെ പത്രോസിന് കൊടുത്തൊരു വലിയ വെളിപാടാണ്. ഫരിസേയന്മാർ നീ ദാവീദിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് ദാവീദ് അവിടുത്തെ കർത്താവെന്ന് വിളിക്കുന്നു? ഈ ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെങ്കിൽ എന്തുകൊണ്ട് ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നു? യേശുവിന് ജന്മം കൊടുത്ത മറിയം എന്തുകൊണ്ട് ഈ ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നു, രക്ഷകൻ എന്ന് വിളിക്കുന്നു? പത്രോസിന് പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഈ നിൽക്കുന്ന യേശു മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഔസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകനായിട്ട് നിൽക്കുന്ന ഈ യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. അതൊരു വെളിപാടാണത്. അത് ബുദ്ധിതലത്തിലുള്ള ഒരു പഠനമല്ല, അതൊരു വെളിപാടാണ്. ആ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിമിയോനെ നീ ഭാഗ്യവാൻ. എന്തുകൊണ്ടെന്നാൽ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് നിൻ്റെ മാനുഷികമായ ബുദ്ധിയല്ല, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ്. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, എൻ്റെ സഭ ഈ വെളിപാടിൻ്റെ മേലാണ് ഞാൻ പണിയുക. നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഈ ഒരു വെളിപാട് പ്രിയപ്പെട്ടവരെ ആർക്ക് കിട്ടുന്നോ അവർക്ക് മാത്രമേ യഥാർത്ഥമായ ആ സഭയിലേക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ. യേശുവിൻ്റെ ആ വാഗ്ദാനം, നഗര കവാടങ്ങൾ എൻ്റെ ഈ സഭയുടെ മേൽ പ്രബലപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ സഭയിലാണെങ്കിൽ എൻ്റെ മേൽ നഗരത്തിൻ്റെ ഒരു പിശാചും എൻ്റെ മേൽ വരത്തില്ല. കാരണം കർത്താവിൻ്റെ വാഗ്ദാനമാണത്. മറിച്ച് പിശാചുക്കളുടെ മേലുള്ള അധികാരം എനിക്ക് ലഭിക്കുകയാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. അല്ലാതെ പിശാചുക്കൾ അവരെ ആക്രമിക്കാൻ പോകുന്നില്ല. അവർ യഥാർത്ഥ സഭയിലാണ്. ആ സഭ ഈ വെളിപാട് കിട്ടിയവരാണ്. ക്രിസ്തു ആരാണ്? ഹൂ ഈസ് ജീസസ്? യേശു ആരാണ്? എഫേസോസിൻ്റെ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകൾക്ക് മുമ്പ് നിങ്ങൾ ശ്രവിക്കുകയുണ്ടായി. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിലാണ് തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ദൈവത്തിൻ്റെ ഈ സൃഷ്ടി ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ആ ക്രിസ്തു എഫേസോസ് 1:4 പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. എവിടെ തിരഞ്ഞെടുത്തു? ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ആ ക്രിസ്തു ദൈവമാണ്. ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. അവൻ സൃഷ്ടാവാണ്. അവരിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അവന് വേണ്ടി എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അവൻ ദൈവമായിരുന്നു. എന്നാൽ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ആ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ തൻ്റെ ദൈവികത്തെ മാറ്റിവെച്ചിട്ട് ഈ ക്രിസ്തു, ദൈവമായ ക്രിസ്തു, ദൈവത്തിൻ്റെ ക്രിസ്തു തൻ്റെ ദൈവികത്തെ മാറ്റിവെച്ചിട്ട് താൻ സൃഷ്ടിച്ച ഒരു മനുഷ്യ വ്യക്തിയുടെ ഉദരത്തിലേക്ക് ഏതാനും മാസങ്ങൾ ചെലവഴിക്കുവാൻ തക്കവണ്ണം തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട്
ജന്മം മുതൽ ജീവിതകാലം മുഴുവനും അവസാനം കുരിശുമരണം വരെ അവൻ എളിമപ്പെടുത്തിക്കൊണ്ട് അവൻ ജീവിച്ചു. നമുക്ക് വേണ്ടി അവൻ മരിച്ചു. നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങി രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിള് അതായതുകൊണ്ട് ആ പ്രിൻസിപ്പിൾ സ്ഥാപിച്ച ദൈവം തന്നെയായ ക്രിസ്തു തൻ്റെ ദൈവികത്വം മാറ്റിവെച്ചിട്ട് ഒരു സൃഷ്ടിയുടെ ഉദരത്തിൽ അവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ ഉദരത്തിൽ അവൻ ജന്മമെടുത്ത് അവളിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനായിട്ട് പിറന്ന് മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ആ കുരിശിൽ അതിൻ്റെ വില കൊടുത്തിട്ട് നമ്മളെ വിലയ്ക്ക് മേടിക്കുവാൻ വേണ്ടി അവൻ്റെ അമൂല്യമായ രക്തം വില കൊടുത്തുകൊണ്ട് നമ്മുടെ ശിക്ഷയായ മരണം അവൻ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്നും വരെ അകറ്റപ്പെട്ടു പോയ ആ ആത്മീയ മരണം ഏറ്റെടുത്തുകൊണ്ട് അവൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ മൂന്നാം നാൾ മരണത്തെയും സാത്താനെയും പാപത്തെയും ശാപത്തെയും രോഗത്തെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ വീണ്ടും ഉത്ഥാനം ചെയ്തു. അവനിപ്പം മഹത്വപൂർണമായ ഒരു ശരീരം എടുത്തു. ആ ശരീരം മറിയത്തിൽ നിന്നെടുത്ത ശരീരമല്ല. കാരണം ആ ശരീരം അടഞ്ഞു കിടന്ന ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി ഉള്ള മുറിയിൽ വാതിലുകളൊക്കെ അടഞ്ഞു കിടന്നപ്പോൾ അവൻ ആ വാതിലിൽ കൂടി ആ ഭിത്തിയിൽ കൂടി അവനുള്ളിലേക്ക് കടന്നു വന്ന ഒരു ശരീരം. അവനെക്കുറിച്ച് പറയുന്നു, അവനിപ്പോൾ ജീവൻ നൽകുന്ന ജീവദാതാവായി മാറി. വീണ്ടും വചനം പറയുന്നു, ഈ യേശുവിനെ ദൈവം അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം കൊടുത്തു. എന്തിനു വേണ്ടി? യേശു എന്ന നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും അടങ്ങുന്നതിനും യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടി ദൈവം അവനെ അത്യധികം ഉയർത്തി. എന്ന് പറയുന്നു, അവനെ വീണ്ടും ദൈവം കർത്താവായിട്ടും ക്രിസ്തുവുമായിട്ടും ഉയർത്തിയിരിക്കുന്നു. ജീസസ് ഈസ് അഗൈൻ ലോർഡ് ആൻഡ് ക്രൈസ്റ്റ്. ആ സത്യമാണ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത്. ഈ നിൽക്കുന്ന മറിയത്തിൻ്റെ ഉദരത്തിലൂടെ ജനിച്ച ഈ യേശു അനാദിയിൽ ദൈവമായിരുന്നു. അവൻ മറിയത്തിൻ്റെ ദൈവമാണ്, മറിയത്തിൻ്റെ സൃഷ്ടാവാണ്. എഫെസോസ് 1:4 പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എല്ലാവരും ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തപ്പോൾ അന്ന് മറിയവുമില്ല, ഔസേപ്പുമില്ല. എന്നെ നിങ്ങളെ എല്ലാം ദൈവം കണ്ടതുപോലെ മറിയത്തെയും ഔസേപ്പിനെ എല്ലാം ക്രിസ്തുവിൽ കണ്ടു. അവർ ക്രിസ്തുവിലാണ് തിരഞ്ഞെടുത്തത്. കാലത്തിൻ്റെ തികവിൽ ദൈവം ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു കാലഘട്ടം തീരുമാനിച്ചിട്ടുണ്ട്, ഒരു വാസസ്ഥലം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം തീരുമാനിച്ച സമയത്ത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദാവീദിൻ്റെ മകളായിട്ട് മറിയം കടന്നു വന്നു, ഔസേപ്പ് കടന്നു വന്നു. ആ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് അവളെ സൃഷ്ടിച്ച ദൈവം, അവളുടെ ദൈവമായ കർത്താവ്, അവളുടെ രക്ഷകൻ തൻ്റെ ദൈവികത്വം മാറ്റിവെച്ചിട്ട് അവളുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, മനുഷ്യനായിട്ട് അവതരിച്ചു, മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്തു.